അമ്മ മാർക്കറ്റിൽ കുറേ പുതിയ മ്യൂച്വൽ ഫണ്ട്സ് NFOs വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല. അത് ചെയ്താലോ? ശരിയാണ്, ഞാനും വിചാരിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് മാർക്കറ്റിൽ പുതിയ ഫണ്ടുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ്. നമ്മൾ ന്യൂ ഫണ്ട് ഓഫർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതൊരു പുതിയ സംഭവമാണ്, 10 രൂപയേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പുതിയ ഫണ്ട്സ് വരുന്ന സമയത്ത് അത് പലതരത്തിലുള്ള കാറ്റഗറീസിലാണ് വരുന്നത്. ഓക്കെ, പലതും സ്പെസിഫിക് ആയിട്ടുള്ള ചില തീംസ് അല്ലെങ്കിൽ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട്, അതായത് എക്സിസ്റ്റിംഗ് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഫണ്ട്സ് വെച്ചിട്ട് നമ്മുടെ മെയിൻ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യണം. പിന്നെ ഈ പുതിയ വരുന്ന തീംസിനെ കുറിച്ച് നന്നാക്കി പഠിച്ചിട്ട് അങ്ങനെ ഒരു തീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയതായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ ഈ പുതിയതാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യരുത്. പിന്നെ ഈ 10 രൂപയുടെ കാര്യം, 10 രൂപ എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയില്ല. നേരത്തെ ഉള്ള ഒരു ഫണ്ട് നന്നായിട്ട് ഗ്രോ ചെയ്ത് 100 രൂപ NAV എത്തിയെന്ന് വെച്ചിട്ട് അത് വളരെ കോസ്റ്റ്ലി ആണെന്നൊന്നും അർത്ഥമില്ല. അത് വളരെ തെറ്റായ ഒരു നോഷനാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയത് 10 രൂപ എന്നുള്ളത് കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്.